بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد كتاب المتفرد درس 3 സുനനുൽ വുളൂ വുളൂഇന്റെ സുന്നത്തുകൾ ഒരു ഇബാദത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ എന്നാൽ നിർബന്ധമില്ലാത്ത കാര്യങ്ങൾക്കാണ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് സുനൻ. സുനനുഹു വുളൂഇന്റെ സുന്നത്തുകളാകുന്നത് അസ്സിവാക്കു ബി ഖശിനിൻ ഉരമുള്ള വസ്തു കൊണ്ട് മിസ്വാക്ക് ചെയ്യലാണ്. ഉരമുള്ള വല്ല വസ്തു കൊണ്ടും മിസ്വാക്ക് ചെയ്യുക. അറാക്കാണ് ഏറ്റവും ഉത്തമം. ബ്രഷ് ആയാലും നന്ന്. സ്വന്തം കൈവിരൽ അതുകൊണ്ട് ബ്രഷ് ചെയ്താൽ അതിന് മിസ്വാക്കിന്റെ കൂലി ലഭിക്കുകയില്ല. അതേസമയം സ്വന്തം കയ്യിലുള്ള ഒരു കർച്ചീഫ്, ആ കർച്ചീഫ് വിരലിൽ ഇങ്ങനെ പിടിക്കുകയും എന്നിട്ട് വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്യുകയും ചെയ്താൽ മിസ്വാക്കിന്റെ കൂലി ലഭിക്കുന്നതാണ്. പേപ്പർ ചുരുട്ടി പിടിച്ചുകൊണ്ട് വിരലിന്റെ മേലെ പേപ്പർ ചുരുട്ടി പിടിച്ചുകൊണ്ട് തേച്ചാലും മിസ്വാക്കിന്റെ കൂലി ലഭിക്കും. അപ്പോൾ വുളൂഇന്റെ സുന്നത്തുകൾ പറയാണ്. ഒന്നാമത്തേത് മിസ്വാക്ക് ചെയ്യുക. രണ്ടാമത്തേത് തസ്മിയത്തു അവ്വലഹു വുളൂ ഉണ്ടാക്കുന്നതിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലലാണ്. എല്ലാ കാര്യത്തിന്റെയും തുടക്കത്തിൽ ബിസ്മി ആണ്. വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മി ഇല്ല. വഗസ്ലുൽ കഫൈനി മുൻകൈകൾ രണ്ടും കഴുകുക. നമ്മൾ കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുക എന്ന് പറഞ്ഞു കൊടുത്ത് പൂർണ്ണമായി ആ കൈ മുട്ടുവരെ കഴുകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. വുളൂഇന്റെ തുടക്കത്തിൽ രണ്ട് കൈകളും അതിന്റെ റിസ്റ്റ് വരെ, മണിബന്ധം എന്ന് നമ്മൾ പറയും, അതുവരെ കഴുകൽ സുന്നത്താണ്. വൽ മളുമളത്തു വായിൽ വെള്ളം കുപ്പിളിക്കുക അഥവാ വായ കഴുകുക എന്നർത്ഥം. പിന്നെ വൽ ഇസ്തിൻഷാഖു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. മൂക്കിലേക്ക് വെള്ളം കയറ്റുക, അത് ചീറ്റി കളയുക. ഈ മളുമളത്തിന്റെയും ഇസ്തിൻഷാഖിന്റെയും രൂപം വലത്തെ കൈ കൊണ്ട് ഒരൽപ്പം വെള്ളം കോരിയെടുക്കുകയും അല്ലെങ്കിൽ വലത്തെ കൈയിലേക്ക് ടാപ്പിൽ വെള്ളം തുറന്നിടുകയും ഒരൽപ്പം വെള്ളം അത് വായിലേക്ക്, ആ വലത്തെ കൈ കൊണ്ട് വായിലേക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ തന്നെ ആ മൂക്ക് കൊണ്ട് മൂക്കിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിക്കുകയും വേണം. വായിൽ കുപ്പിളിക്കുന്ന സമയത്ത് തന്നെ ഇടത്തെ കൈ കൊണ്ട് മൂക്ക് ചീറ്റിക്കളയണം. മൂക്കിലേക്ക് കയറ്റിയ വെള്ളം ചീറ്റിക്കളയണം. ഇതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ ഒരു കോരൽ വെള്ളം കൊണ്ട് തന്നെയാണ് വായിൽ വെള്ളം കുപ്പിളിക്കേണ്ടതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടതും. വായിൽ വെള്ളം കുപ്പിളിക്കാൻ ഒരു കോരലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ ഒരു കോരലും എടുക്കേണ്ട ആവശ്യമില്ല. മസ്ഹു കുല്ലി റഅ്സി തല മുഴുവനും തടവുക. തലയിൽ നിന്ന് അല്പം തടവൽ നിർബന്ധമാണ്. തലയിൽ മുടി മുളക്കുന്ന ഭാഗത്ത് തടവിയാൽ മതി. നെറ്റിയിലേക്ക് തൂങ്ങി നിൽക്കുന്ന, നെറ്റിയുടെ ഭാഗത്തേക്ക് ഇറങ്ങിക്കിടക്കുന്ന മുടി അത് തടവിയാൽ മതിയാവുകയില്ല. തലയുടെ ഭാഗത്ത് തന്നെ. അപ്പൊ സ്ത്രീകൾ തലയുടെ ഭാഗത്ത് തന്നെ തടവണം. അവരെ മുടിയൊക്കെ താഴത്തേക്ക് നല്ലോണം തൂങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതിന്റെ തുമ്പിൽ എവിടെങ്കിലും പോയി തടവിയാൽ മതിയാവുകയില്ല. തലയുടെ ഭാഗത്തുള്ള മുടിയിൽ തടവേണ്ടതുണ്ട്. വൽ ഉദ്നൈനി ചെവി തടവുക. ചെവി തടവൽ വുളൂഇന്റെ സുന്നത്താണ്. അപ്പോൾ തല തടവിയ അതേ കൈ കൊണ്ട് തന്നെ ചില ആൾക്കാർ ചെവി തടവുന്നത് കാണാൻ പറ്റും. അങ്ങനെയല്ല, തല തടവിയ കൈ കൊണ്ടല്ല, വേറെ വെള്ളം എടുത്തിട്ടാണ് ചെവി തടവേണ്ടത്. വൽ മുവാലാത്തു തുടരെ ആവുക. തുടരെ ആവുക. ഒന്ന് തീരുമ്പോൾ അടുത്തത്, അങ്ങനെ അങ്ങനെ ചെയ്യുക. തെർത്തീബ് നിർബന്ധമാണ്. ക്രമപ്രകാരമാവുക. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ ഉടനെ ആവുക എന്നാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ അങ്ങനെ ആവുക എന്നുള്ളതാണ്. ദൽകുൽ അഅ്ളാഇ അവയവങ്ങൾ ഉരച്ചു കഴുകുക. ഇപ്പൊ കൈയൊക്കെ കഴുകുന്ന സമയത്ത് ഉരച്ച് കഴുകുക. ഒന്ന് അമർത്തി ഉരച്ചിട്ട് കഴുകുക. അവയവങ്ങളെല്ലാം കഴുകുമ്പോൾ ഉരച്ച് കഴുകുക. പിന്നെ തഖ്ദീമുൽ യുംന അലൽ യുസ്റ ഇടത്തേതിനേക്കാളും വലത്തേതിനെ മുന്തിക്കുക. വത്തസ്ലീസു എല്ലാം 3 തവണ ചെയ്യുക. വതഅഹുദുൽ മആതിഫി ചുക്കിച്ചുളിവുള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴുകുക. അപ്പൊ കൈയിന്റെ മുട്ടിന്റെ ഭാഗം, അതേപോലെ തന്നെ കാല് ഞെരിയാണിയുടെ ആ ബാക്ക് സൈഡ്, മടമ്പിന്റെ ആ ഭാഗം, ആ മേൽഭാഗം, അവിടെയൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിവുകളുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. ശ്രദ്ധിച്ച് കഴുകുക. വൽ മൂക്കി പീളക്കുഴി കഴുകുക. കണ്ണിന്റെ 2 തുറഫുകൾ, 2 സൈഡ് ഉണ്ട് കണ്ണിന്. അതിൽ മൂക്കിനോടടുത്ത് നിൽക്കുന്ന തുറഫിനാണ് മൂക്ക് എന്ന് പറയുന്നത്. മൂക്ക് എന്നല്ല, മൂക്ക് എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴുകുക. തഅഹുദുൽ മആതിഫി ചുക്കിച്ചുളിവുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കഴുകുക. വൽ മൂക്കി പീളക്കുഴി ശ്രദ്ധിച്ച് കഴുകുക. വൽ അഖിബി മടമ്പ് ശ്രദ്ധിച്ച് കഴുകുക. വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഖിബ്ലയിലേക്ക് മുന്നിടുക. വുളു ഉണ്ടാക്കുമ്പോൾ
നമ്മുടെ ടാപ്പോ അല്ലെങ്കിൽ ഹൗലൊക്കെ കിബിലയിലേക്ക് തിരിഞ്ഞുണ്ടാക്കാൻ ഒതുണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക, അതിനൊരു കൂലി നമുക്ക് കിട്ടും. ഇത്വാലത്തുൽ ഖുറത്തി വത്തഹ്ജീൽ, മുഖവും കൈകാലുകളും കഴുകുന്നത് കയറ്റി കഴുകുക. ഇത്വാലത്ത് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ് അർത്ഥം. പരിധിയുടെ പുറത്തേക്ക് കുറച്ചും കൂടി കയറ്റി കഴുകുന്നതിനാണ് ഇത്വാലത്ത് എന്ന് പറയാം. അൽ ഖുറത്ത് എന്ന് പറഞ്ഞാൽ മുഖം കഴുകുമ്പോൾ കുറച്ച് മുഖത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലം വരെയും ഒരു ചെവിക്കുന്നി മുതൽ മറ്റേ ചെവിക്കുന്നി വരെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കയറ്റി കഴുകുക. എന്തിനാണ്? നമ്മൾ ഫർദായ ഭാഗങ്ങളൊക്കെ ഉറപ്പായിട്ടും കഴുകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉറത്തും തഹജീലും മുഖവും അതേപോലെ തന്നെ കൈകാലുകൾ. തഹജീൽ എന്ന് പറഞ്ഞാൽ കൈകാലുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉറത്ത് എന്ന് പറഞ്ഞാൽ മുഖാണ്. അതിൻ്റെ കഴുകൽ ഇത്വാല, അത് നീട്ടുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ കയറ്റി കഴുകുക, കൈകാൽ മുഖങ്ങൾ കയറ്റി കഴുകുക. ഇത്വാലത്തുൽ ഉറത്തി വ തഹജീൽ എന്നതിൻ്റെ അർത്ഥം കൈകാൽ മുഖങ്ങൾ കയറ്റി കഴുകുക. വതഖ്ലീലുൽ ലഹ്യത്തിൽ കിസ്സ, തിങ്ങിയ താടി തിക്കകറ്റുക. തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണത്തിൽ ആ താടിയുടെ ഉള്ളിലൂടെ തൊലിയുടെ നിറം കാണാത്ത താടിക്കാണ് തിങ്ങിയ താടി എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ താടിയുള്ള ആൾക്കാർ 3 തവണ മുഖം കഴുകിയതിന് ശേഷം ഒരു കോരൽ വെള്ളം എടുത്തിട്ട് ആ താടിയുടെ അടിയിൽ നിന്നിങ്ങനെ മുകളിലേക്ക് ആ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒന്ന് തടവൽ, അത് പ്രത്യേകം സുന്നത്താണ്. അത് തിക്കകറ്റലും സുന്നത്താണ്. തിക്കകറ്റ്, അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒന്ന് വിരലിട്ടിട്ടൊന്ന് തിക്കകറ്റി കഴുകലും സുന്നത്താണ്. വൽ അസാബിഇ, അതുപോലെ തന്നെ വിരലുകൾ തിക്കകറ്റുക. കയ്യിൻ്റെയും കാലിൻ്റെയും വിരലുകളൊക്കെ തിക്കകറ്റുക. കൈയിൻ്റെ വിരലുകൾ പരസ്പരം കോർത്താൽ തന്നെ ആ കൂലി കിട്ടും. ഒന്നുണ്ടാക്കുന്ന മുൻകൈ കഴുകുമ്പോൾ ഒന്ന് കോർത്താൽ തന്നെ കൂലി കിട്ടും. കാല് കഴുകുന്ന സമയത്ത് ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് വലത്തെ കാലിൻ്റെ ചെറുവിരലിൻ്റെ ഭാഗം മുതൽ ഇടത്തെ കാലിൻ്റെ ചെറുവിരലിൻ്റെ ഭാഗം വരെ ഓരോ വിരലിൻ്റെ ഇടയിലും നമ്മളെ വലത്തെ കൈയിൻ്റെ ചെറുവിരൽ ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് കാലിൻ്റെ വിരലുകൾ തിക്കകറ്റേണ്ടത്. തക്കല്ലുമി, സംസാരം ഉപേക്ഷിക്കുക. വുളൂഇന്റെ സുന്നത്താണ്, ഇടയിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. വശുറുബു മിൻ ഫളി വളൂഇഹി, അവന്റെ വുളൂഇന്റെ വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ളതിൽ നിന്ന് അല്പം കുടിക്കുക. വുളൂ എടുത്തതിന്റെ ഫള്, അതിന്റെ ബാക്കിയിൽ നിന്ന് ഒരല്പം വെള്ളം കുടിക്കുക. റമദാൻ മാസത്തിൽ പകലിൽ ഈ സുന്നത്ത് എടുക്കേണ്ടതില്ല, അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ സുന്നത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ വളൂഇഹി എന്നാണ് പറഞ്ഞത്. വുളൂ എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് വളൂ എന്ന് പറയാം. ലി ഖബരിൻ ഫീഹി, അങ്ങനെ കുടിക്കൽ സുന്നത്താണ് എന്നതിന് ഒരു ഹദീസ് തെളിവുണ്ട് എന്നാണ് പറയുന്നത്. വഅൻ യഖൂല ഇൻദ ഗസ്ലി കുല്ലി വുളുവിൻ, ഓരോ അവയവങ്ങളും കഴുകുന്ന സമയത്തും അവൻ പറയുക. എന്താണ് പറയേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇങ്ങനെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പറയൽ സുന്നത്തുണ്ട്. വഅൻ യഖൂല ഇൻദ ഗസ്ലി കുല്ലി ഉളുവിൻ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പറയണം എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുൻകൈ കഴുകുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ എന്നുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ലി ഖബരിൽ മുസ്തഗ്ഫിരി വൽ ഹലീമി, ഇമാം മുസ്തഗ്ഫിരിയും ഇമാം ഹലീമിയും ഉദ്ധരിച്ച ഹദീസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഇത് പറയണമെന്ന് മുസ്തഗ്ഫിരി ഇമാമും ഹലീമി ഇമാമും ഉദ്ധരിച്ച ഹദീസുണ്ട്. വഅൻ യഖൂല, അവൻ പറയുകയും വേണം, വുളൂ ഉണ്ടാക്കുന്ന ആൾ പറയുകയും വേണം, സലാസൻ 3 വട്ടം, അഖിബൽ വുളൂ, ഈ വുളൂ കഴിഞ്ഞ ഉടനെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ദിക്ർ വുളൂ ഉണ്ടാക്കിയതിന് ശേഷം 3 തവണ പറയുകയും ചെയ്യുക. ഇതാണ് വുളൂഇന്റെ സുന്നത്തുകൾ.